കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വനിതാ ബില്ല് പരാജയപ്പെട്ടത് ഒരു തുടക്കം മാത്രമെന്നും ബി.ജെ.പിക്കും എ.ഐ.എ.ഡി.എം.കെയ്ക്കും കൊടുക്കുന്ന വോട്ട് തമിഴ്നാടിനെ നശിപ്പിക്കുമെന്നും എം.കെ. സ്റ്റാലിൻ തേനി ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ ഡി.എം.കെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു എം.കെ. സ്റ്റാലിൻ. 23-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ആവേശത്തിലാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ 4 മണ്ഡലങ്ങളായ കമ്പം, ആണ്ടിപ്പെട്ടി, പെരിയകുളം, ബോഡിനായ്ക്കന്നൂർ എന്നീ 4 മണ്ഡലങ്ങളിലും ഇരുമുന്നണികളും പ്രചരണത്തിൽ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നു. ഡി.എം.കെ മുന്നണിയുടെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും ഡി.എം.കെ അധ്യക്ഷനുമായ എം.കെ. സ്റ്റാലിൻ ഇന്ന് ആണ്ടിപ്പെട്ടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മഹാപൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കറുത്ത വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് എം.കെ. സ്റ്റാലിൻ വേദിയിലെത്തിയത്. തമിഴ്നാടിനെ ഇല്ലായ്മ ചെയ്യാനുള്ള മണ്ഡല പുനർനിർണയ ബില്ലിനെ ഒരു ഘട്ടത്തിലും എതിർക്കാൻ എ.ഐ.ഡി.എം.കെ മുന്നണി തയ്യാറായിട്ടില്ലെന്നും തമിഴ്നാട്ടിൽ ഡി.എം.കെ മുന്നണി ഉള്ളിടത്തോളം കാലം കാവിക്കൊടി ഉയർന്നു പറക്കാൻ അനുവദിക്കില്ലെന്നും തമിഴ്നാട്ടിന്റെ സത്വത്തെ എന്നെന്നും ഡി.എം.കെ ചേർത്തു പിടിക്കുമെന്നും എം.കെ. സ്റ്റാലിൻ വേദിയിൽ പറഞ്ഞു. தமிழ்நாட்டுக்கு கெடுதல் செய்ய ஊழல்வாதிகளை மிரட்டி உருவாக்கப்பட்டிருக்க கூட்டணி தான் அந்த கூட்டணி. பழனிசாமி பாதம் தாங்கக்கூடிய பாஜக கூட்டணி. நானும் பிரதமராக இருக்கக்கூடிய மோடி அவர்களிடத்தில் பல ஆண்டுகளாக கேள்வி கேட்டுக் கொண்டிருக்கிறேன். தமிழ்நாட்டுக்கு செஞ்சிருக்கக்கூடிய ஒரு சிறப்பு திட்டத்தை சொல்லுங்கன்னு கேட்கிறேன். இது வரைக்கும் அவர்கிட்ட இருந்து பதில் வரல. அதே போல அடிமை சாமியை பார்த்து உங்க ஆட்சியில் செய்யப்பட்டிருக்கூடிய திட்டங்கள் என்னன்னு பட்டியலிடுங்கன்னு கேட்டுக்கிட்டே இருக்கேன். அதற்கு பதில் இல்லை. இப்படி தமிழ்நாட்டுக்கு எதையும் செய்யாத இவங்களுக்கு நீங்களும் வாக்கு இல்லைன்னு சொல்லணும். பக்கத்தில் இருக்கிற மதுரைக்கும் அதே போல திருச்சி, கோவைக்கும் மெட்ரோ கேட்டோம், അനുമതി തരല. ഇരുമുന്നണികളും പ്രചരണത്തിൽ സജീവമാണെങ്കിലും തമിഴ് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മണ്ഡല പുനർനിർണയ ബില്ലടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡി.എം.കെ മുന്നണി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരിന്റെ വികസനങ്ങളും കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പും വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഡി.എം.കെ മുന്നണിയുള്ളത്. ഡി.എം.കെ മുന്നണിക്കെതിരായുള്ള അട്ടിമറി വിജയമാണ് എ.ഐ.ഡി.എം.കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇരു മുന്നണികളിലും ആർക്കാവും തങ്ങൾ വോട്ട് നേടുന്നത് കൊണ്ട് വോട്ട് ക്ഷാമമുണ്ടാകുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഏത് വിഭാഗത്തിലുള്ള വോട്ടർമാരെയാണ് സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതാണ് തമിഴ് ഇലക്ഷനിൽ ടി.വി.കെ ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിൽ വളരെ സജീവമായാണ് നിലവിൽ തമിഴ്നാട്ടിലെ ഇലക്ഷൻ രംഗം മുന്നോട്ട് പോകുന്നത്.